ഇന്നത്തെ ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് +1 കൊമേഴ്സുകാരുടെ ചാപ്റ്റർ 1 ഫണ്ടമെൻ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തുടക്കം എന്താണ് ഡേറ്റ, അതെങ്ങനെയാണ് ഇൻഫോർമേഷൻ ആകുന്നത്, പിന്നെ അത് കഴിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, പിന്നെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഡേറ്റകളെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന രീതികൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ റെപ്രസെൻറ്റേഷൻ, അങ്ങനെ കുറച്ച് പോർഷൻസാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുക. അത് കഴിഞ്ഞ് തുടർന്നുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ചെറിയൊരു സെഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക എന്താണ് ഡേറ്റ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് എന്താ ഡേറ്റ? നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഡേറ്റ. പക്ഷെ അതെന്താണ് ഡേറ്റ എന്നുള്ളത് നമുക്ക് അത്ര ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ പല കാര്യങ്ങളും ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഡേറ്റ ആവണമെന്നില്ല. ശരിക്കും എന്താണ് ഡേറ്റ? ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കുറച്ച് കണ്ടൻറ്റുകൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ എഴുതി സൂക്ഷിക്കുക. അത് ചിലപ്പോൾ ആ കണ്ടൻറ്റ് വേറൊരാൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. നമ്മൾ ജസ്റ്റ് കുറേ ഡീറ്റെയിൽസ് അങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതൊരു അറേഞ്ച്ഡ് ഫോർമാറ്റിലൊന്നും ആയിരിക്കണം എന്നില്ല. ഇപ്പം ഞാനിവിടെ ഒരു പടം കൊടുത്തേക്കണുണ്ട്. ഇവിടെ 90, അന്ന, 1596, ജോസ് 1600 എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇതെന്താണെന്നുള്ളത് വേറൊരാൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ എനിക്ക് ചിലപ്പോൾ മനസ്സിലാവും, കാരണം ഞാനാണത് എഴുതി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കണ്ടൻറ്റുകൾ നമ്മളൊരു അറേഞ്ച്ഡ് ഒരു ഫോർമാറ്റിലൊന്നും അല്ലാണ്ട് എഴുതി സൂക്ഷിക്കുമ്പോൾ അതൊരു ഡേറ്റ ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റോ ഫാക്ട്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അതൊരു നോക്കിയാൽ അതൊരു ഇമ്പ്രസീവായിട്ടുള്ളൊരു ഫോർമാറ്റിലാവണം എന്നില്ല. അങ്ങനെയുള്ളതിനാണ് ഡേറ്റ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറിപ്പ് പോലെയൊക്കെ നമ്മൾ എഴുതി വയ്ക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുക. അങ്ങനെയുള്ള ഡേറ്റകളെ എങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷനായിട്ട് മാറ്റുക. അപ്പോൾ ശരിക്കും എന്താണ് ഡേറ്റ എന്നുള്ളത് ഇപ്പോൾ നിങ്ങളിത് നോക്കുക. ഇതൊരു ഡേറ്റയാണ്. ഇത് എന്തിനെ പറ്റിയുള്ള ഡേറ്റയാണെന്നുള്ളത് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാവില്ല. അത് തന്നെയാണ് ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ ഫാക്ട്സ്, അല്ലെങ്കിൽ അതൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് എസ് നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എക്സെട്ര. എന്തും ആവാം ഡേറ്റ എന്ന് പറയുന്നത്. ഫിഗേഴ്സ്, നമ്പേഴ്സ് ആവാം, വേർഡ്സ് ആവാം, എമൗണ്ട് ആവാം, ക്വാണ്ടിറ്റി ആവാം, ഇമേജസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ള റോ ഫാക്ട്സിനെയാണ് ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നതല്ല, ഒരു വേഗ് ഐഡിയ കിട്ടുന്ന ഒരു കണ്ടൻ്റാണ് ഡേറ്റ എന്ന് പറയുക. അപ്പോൾ ഡേറ്റ ഈസ് ലൈക്ക് റോ മെറ്റീരിയൽ ടു ജനറേറ്റ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഡേറ്റയിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഫൈനൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറുമ്പോഴാണ് അത് ഇൻഫോർമേഷൻ ആവുക. അപ്പോൾ ഡേറ്റ എന്ന് പറഞ്ഞത് ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. ആ റോ മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ ഇൻഫോർമേഷൻ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ഡേറ്റ എന്താണെന്ന് മനസ്സിലായി, ഒരു വേഗമായിട്ടുള്ള ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ലാത്ത ഒരു കണ്ടൻ്റാണ് ഡേറ്റ. ഇനി അതെങ്ങനെ, ഇപ്പോൾ തൊട്ട് മുമ്പ് മിസ് ചെയ്തിരുന്ന ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കുറേ അന്ന, 19, 95 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിരുന്നു. അതിനെ ഞാനിങ്ങനെ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി അതിനൊരു ഹെഡിങ് കൊടുത്ത് +1 കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +1 കൊമേഴ്സുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ ഈ ടേബിൾ എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കോളം നെയിമിലാണ് ഞാൻ അവിടെ എഴുതിയിരുന്ന അന്ന. ആ അന്നയുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ടീച്ചേഴ്സ് ഇടുന്ന മാർക്കാണ് 15. ആ കുട്ടിക്ക് എഴുതി കിട്ടിയ മാർക്കാണ് 90. അടുത്ത ഡേറ്റ ജോസിൻ്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് 16. ടെർമിനൽ ഇവാലുവേഷൻ്റെ മാർക്ക് 96. അപ്പോൾ നേരത്തെ കണ്ട ഈ ഡേറ്റ എന്ന് പറയുന്ന ഇതിനെ ഞാനൊരു ടേബിൾ ഫോർമാറ്റിലാക്കി ഹെഡിങ് എല്ലാം കൊടുത്ത് അതിൻ്റെ താഴെ എൻ്റെ കണ്ടൻറ്റുകൾ എഴുതി കൊടുത്തപ്പോൾ അത് ഇൻഫോർമേഷനായി. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കണ്ടാൽ ഏതൊരു കുട്ടിക്ക് കണ്ടാലും മനസ്സിലാവും, അല്ലെങ്കിൽ ഏതൊരാൾക്ക് കണ്ടാലും മനസ്സിലാവും, ഓക്കെ ഇത് +1 കൊമേഴ്സുകാരുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ കുട്ടികളുടെ CE മാർക്കും TE മാർക്കും ആണെന്ന് മനസ്സിലാവും. പക്ഷെ ഇത് കണ്ടാൽ മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ഡേറ്റയെ ഞാൻ എന്ത് ചെയ്ത് ഏതൊരു രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത്, ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ
ടാബുലർ ഫോമാക്കി മാറ്റി. എന്നിട്ട് അതിൽ കണ്ടൻറ്റുകൾ എഴുതി വന്നപ്പോൾ അതൊരു ഇൻഫോർമേഷനായി. അപ്പോൾ എന്താണ് ഇൻഫോർമേഷൻ? Data is arranged in a meaningful way. We get a clear-cut idea about these facts and figures. നേരത്തെ എഴുതിയിരിക്കുന്ന കണ്ടൻറ്റുകളെ നമ്മളൊരു മീനിങ് വേയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണ്ടൻറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ദിസ് ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. അറേഞ്ച്ഡ് ഇൻ എ മീനിങ് വേ. ഒരു പ്രത്യേക രീതിയിൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന് ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്ന് അറേഞ്ച് ചെയ്തപ്പോൾ ആ ഡേറ്റേനെ നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്ത്, അപ്പോൾ അതൊരു മീനിങ് ഇൻഫോർമേഷനായി. ദിസ് ഈസ് നോൺ ആസ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് എ മീനിങ് ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റകളെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ആണത് ഇൻഫോർമേഷൻ ആവുക. പല പ്രോസസ്സുകൾ ഉണ്ടാവും. എന്തൊക്കെ പ്രോസസ്സുകൾ ചെയ്യുന്നുള്ളത് ഇൻഫോർമേഷൻ ആവും. അത് നമ്മളുടെ ആവശ്യം അനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് വേണ്ട ഡേറ്റകളെ നമുക്കൊരു ടേബിൾ ഫോർമാറ്റിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആ ടാബുലർ ഫോമിലോട്ട് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോസസ്സ്. ചിലപ്പോൾ നമുക്കത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക എന്നുള്ളത്. ഫിൽറ്ററിങ് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ റിജക്റ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ആ ഡേറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അതിൻ്റെ ഫിൽറ്ററിങ് എന്ന് പറയുക. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തും ആവാം. കാൽക്കുലേഷൻ ആവാം, ടാബുലേഷൻ ആവാം, ഫിൽറ്ററിങ് ആവാം, സോർട്ടിങ് ആവാം. അത് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ കുറേ കിട്ടുന്ന ഡേറ്റകളെ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുക. ഇനി ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫോർമേഷൻ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്നൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടില്ല ഇതെന്താണെന്നുള്ളത്. അപ്പം റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ നമ്പേഴ്സും കണ്ടൻറ്റ് ടെക്സ്റ്റുകളും ഇമേജസും ഒക്കെ അടങ്ങിയിരിക്കുന്ന എന്തോ ഒരു സാധനം നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. അതിൽ നിന്നൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. പക്ഷേ അത് ഇൻഫോർമേഷൻ ആകുമ്പോൾ എന്താ? പ്രോസസ്ഡ് ഡേറ്റ. അങ്ങനെയുള്ള ഡേറ്റകളെ നമ്മൾ ഏതോ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇൻഫോർമേഷൻ. അതാണ് പ്രോസസ്ഡ് ഡേറ്റേനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുക. അടുത്തത് ഡേറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ടു റോ മെറ്റീരിയൽ. ഇപ്പം നമ്മളൊരു ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ഡെസ്കും ബെഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന മരപ്പണിക്കാരൻ്റെ അടുത്തിരിക്കുന്നത് പലതരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള മരവും അതിൻ്റെ ആണിയും അതിന് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ആ മരം ആയിട്ടിരിക്കുമ്പോൾ അതാണ് അതിൻ്റെ റോ മെറ്റീരിയൽ. അപ്പോൾ ആ റോ മെറ്റീരിയൽ ഇങ്ങനെ പലതായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു എന്താണ് കണ്ടാൽ നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിമിലർ ടു റോ മെറ്റീരിയൽ. അത് കഴിഞ്ഞ് ആ മരം മുറിച്ച് അതിൻ്റെ വേണ്ട ഷേപ്പിലൊക്കെ ആക്കി അതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതെന്താവുക? അതൊരു മേശയോ അല്ലെങ്കിൽ ഒരു ഡെസ്കോ ആവുക. അപ്പോൾ അങ്ങനെ ആ റോ മെറ്റീരിയലായ മരത്തിനെ വേണ്ട രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഡെസ്കോ അല്ലെങ്കിൽ ഒരു ടേബിളോ. അതിനെയാണ് അതിന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ സിമിലർ ടു ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എല്ലാം കഴിഞ്ഞ് അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലോട്ട് ആകുമ്പോൾ ആണത് ഇൻഫോർമേഷൻ ആകുക. അതാണ് സിമിലർ ടു ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇനി അടുത്തതാണ് ഡേറ്റേനെ പറയുമ്പോൾ കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. നമ്മൾ ആ ഡേറ്റകൾ ഇങ്ങനെ സോർട്ടൊന്നും ചെയ്യാണ്ട് ഒരു അറേഞ്ച് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്കതൊന്നും എന്തിനാണ് എന്തൊക്കെയാണെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതുണ്ടോ നമുക്കത് ഡേറ്റയെ പെട്ടെന്ന് എടുത്തൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് കനോട്ട് ബി ഡയറക്റ്റ്ലി യൂസ്ഡ്. ഇൻഫോർമേഷൻ ആണെങ്കിൽ ആഡ്സ് ടു നോളജ് ആൻഡ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ. അങ്ങനെ ആ ഡേറ്റനെ പ്രോസസ്സ് ചെയ്ത് ഇൻഫോർമേഷനായി കിട്ടിക്കഴിയുമ്പോൾ ആ ഇൻഫോർമേഷൻസ് നമ്മുടെ ഇൻഫോർമേഷൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കും. ആ അറിവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണ്ട രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആ ഡേറ്റകളെ പ്രോസസ്സ് ചെയ്ത് ഇൻഫോർമേഷനാക്കി ആ ഇൻഫോർമേഷൻ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കും. ആ അറിവ് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും. ഇനി ഡേറ്റേനെ വീണ്ടും ഡേറ്റയിലോട്ട് വരുമ്പോൾ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ആ ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒന്നും മനസ്സിലാവില്ല. പക്ഷെ അത് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ.
നമ്മൾ ആ ടേബിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് എന്തിനെ പറ്റിയാണെന്നുള്ളത്. പക്ഷേ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഇത് ക്ലിയർ അല്ല, ഇത് ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആണ്. അപ്പോൾ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഡേറ്റ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ തരില്ല. ഇൻഫോർമേഷൻ ആണെങ്കിൽ ക്ലിയറും മീനിങ് ഫുള്ളും ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഡേറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണ്. അപ്പോൾ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഡേറ്റേനെ കണ്ട, ഡേറ്റകൾ, പലതരത്തിലുള്ള ഡേറ്റകൾ നമ്മൾ കളക്ട് ചെയ്യും. ആ ഡേറ്റകളെല്ലാം ഏതെങ്കിലും നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇൻഫോർമേഷനായിട്ട് മാറും. അപ്പോൾ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇൻഫോർമേഷൻ. ഡേറ്റ ഇൻഫോർമേഷൻ തമ്മിലുള്ള കമ്പാരിസൺ നിർബന്ധമായിട്ടും പഠിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. ഇനി 1-2 പോയിൻറ്റും കൂടി അവിടെ പറയുന്നുണ്ട്. ഇൻഫോർമേഷൻ ഓൾവേസ് ആഡ്സ് ടു നോളജ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മൾക്ക് അറിവുകളായിട്ട് മാറും. നമുക്ക് വേണ്ട വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നത് വഴി നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവുകൾ നേടും. ഇനി വൺ ക്യാൻ അപ്ലൈ ദിസ് നോളജ് ടു സോൾവ് പ്രോബ്ലംസ് ഓർ ഇൻ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ കിട്ടുന്ന അറിവുകൾ ഉപയോഗിച്ച് വേണ്ട രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പറ്റും. അതുപോലെ തന്നെ അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞ് എങ്ങനെയാണ് ഇൻഫോർമേഷൻ ആവുക, ഡേറ്റനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഫോർമേഷൻ ആവും. നമുക്ക് ഇൻഫോർമേഷൻസ് കൂടുന്തോറും നമുക്ക് എന്താ സംഭവിക്കുക, ഇൻഫോർമേഷൻസ് കൂടുമ്പോൾ നമ്മളുടെ അറിവ് വർദ്ധിക്കും. അറിവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ അറിവ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട രീതിയിലുള്ള പ്രശ്നപരിഹാരവും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്താൻ പറ്റും. ഇനി അടുത്തൊരു പോയിൻ്റാണ് ദ എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ് ഫ്രം ദി അക്വയർഡ് നോളജ് ഈസ് നോൺ ആസ് ഇൻ്റലിജൻസ്. കുറേ വിവരങ്ങൾ കിട്ടിയിട്ട് ആ വിവരങ്ങൾ കൊണ്ട് നമ്മൾ അറിവുണ്ടാക്കി. വിവരം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ. ആ വിവരങ്ങൾ ശേഖരിച്ചത് കൊണ്ട് നമുക്ക് അറിവുണ്ടായി. പക്ഷെ അറിവുണ്ടായതുകൊണ്ടും മാത്രം കാര്യമില്ല. ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താ, ആ കിട്ടുന്ന അറിവിനെ വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ ഉപയോഗിച്ചാലേ അതെന്താവുള്ളൂ, ബുദ്ധിയാവുള്ളൂ. ദ എബിലിറ്റി ടു ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ് ഫ്രം ദി അക്വയർഡ് നോളജ്. ആർജിച്ചെടുത്ത അറിവിനെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് ജനറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക്, നിങ്ങൾക്ക് കൊമേഴ്സുകാർക്ക് ആ ടോപ്പിക്ക് ഇല്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറേയൊക്കെ ഇംപ്ലിമെൻ്റായി. ഇപ്പം നമ്മൾ നിൽക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് 4th ജനറേഷൻ കമ്പ്യൂട്ടറാണ്. യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്. പക്ഷേ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കുറേ സ്ഥലത്തൊക്കെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. മനുഷ്യന്മാർക്ക് മാത്രമേ ഒരു കാര്യം മനസ്സിലാക്കി ആവശ്യം അപ്പോൾ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് പറ്റില്ല. കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന എന്ത് ഇൻസ്ട്രക്ഷനാണോ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുപോലെ പ്രവർത്തിക്കുക. അല്ലാതെ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ല, ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ 5th ജനറേഷൻ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല. മനുഷ്യന്മാർ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കേപ്പബിലിറ്റി ഉള്ള കമ്പ്യൂട്ടേഴ്സാണ് ഇനി വരാൻ പോകുന്ന തലമുറകളിൽ ഉണ്ടാവുക. ഓൾറെഡി കുറേ സ്ഥലത്തൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലായിരിക്കും കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യന്മാർ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതനുസരിച്ചിട്ട് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഓൺ ഡിസിഷനിലോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്. അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മിസ് ഇത്രയും സെഷൻ ഒന്ന് ബ്രീഫ് ചെയ്ത് എടുക്കുക. ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. ആ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മുടെ ആഡ്സ് നോളജ്, നമ്മുടെ അറിവ് കൂട്ടും. ഈ അറിവുകൾ ഉപയോഗിച്ച് ഡ്രോ യൂസ്ഫുൾ ഇൻഫറൻസസ്, നമ്മൾ അറിവുകളെല്ലാം ശേഖരിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ അതിനൊന്ന് ചുരുക്കി മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിലുള്ളൊരു അതിൽ നിന്ന് ആ കിട്ടിയ നോളജിനെ നമ്മൾ വേണ്ട രീതിയിലൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ അതിനെ പ്രയോഗിച്ചാലേ അതെന്തായി മാറുള്ളൂ,
ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് എത്തുള്ളൂ. അപ്പോൾ കുറേ നോളജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ട് ആ നോളജ് ഉപയോഗിച്ചാലേ അതെന്താവുള്ളൂ, ഇൻ്റലിജൻസ് ആവുള്ളൂ. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു ഈ സെക്ഷൻ. ഇനി നമുക്ക് ഒരു സെക്ഷനും കൂടി ഇതിൽ കൈകാര്യം ചെയ്യാനുണ്ട്, ഡേറ്റ പ്രോസസ്സിംഗ്. എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ്? Data processing refers to the operations or activities performed on data to generate information. Information generate ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റയിൽ പലതരത്തിലുള്ള പ്രോസസ്സുകൾ നടത്തും. പലതരത്തിലുള്ള പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ എങ്ങനെയുള്ള ഇൻഫോർമേഷനാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യും. ചിലപ്പോൾ ടാബുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം, ചിലപ്പോൾ സോർട്ട് ചെയ്യലായിരിക്കാം, ചിലപ്പോൾ സെർച്ച് ചെയ്യലായിരിക്കാം, ചിലപ്പം എന്താണ് ഫിൽട്ടറിങ് ആയിരിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻസ് ആവാം, എന്താവും നമുക്ക് എങ്ങനെയാണോ ഇൻഫോർമേഷൻ വേണ്ടത്, ഏത് ഫോർമാറ്റിലാണോ ഇൻഫോർമേഷൻ വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഡേറ്റയിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദി ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ്. ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തിൽ പെർഫോം ചെയ്യും, ഡേറ്റയിൽ. എന്തിനു വേണ്ടിയിട്ട്? ടു ജനറേറ്റ് ഇൻഫോർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡേറ്റയിൽ നടത്തുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുക. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് ദി റിസൾട്ട് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് എന്ത്, ഇൻഫോർമേഷൻ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡേറ്റ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. വിത്ത് ഫിഗർ, പടം ഉണ്ടാവും, ആ പടം വരച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഹെഡിങ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ പടം കമ്പൽസറിയാണ്. അപ്പോൾ പടം ഞാൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പടം ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഡേറ്റ പ്രോസസ്സിംഗ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ്. 6 സ്റ്റേജുകളിലൂടെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കടന്നു പോവുക. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഡേറ്റ ക്യാപ്ചറിങ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻപുട്ട്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രോസസ്സിങ്, നാലാമത്തെ പ്രോസസ്സിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻപുട്ടിൻ്റെ അവിടെ നിന്ന് സ്റ്റോറേജിലോട്ടൊരു ആരോ പോയിട്ടുണ്ട്, പ്രോസസ്സിങ്ങിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറേജിലോട്ടൊരു ഡയറക്ഷൻ പോയിട്ടുണ്ട്. സ്റ്റോറേജിലോട്ട് പ്രോസസ്സിങ് കഴിഞ്ഞ് ഔട്ട്പുട്ട് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് സ്റ്റോറേജിലോട്ടൊരു മാർക്ക് പോയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ആരോ മാർക്ക്. അപ്പം ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഡേറ്റ ക്യാപ്ചർ ചെയ്ത് ഇൻപുട്ട്, പ്രോസസ്സിങ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ 6 സ്റ്റെപ്പാണ് ഡേറ്റ ക്യാപ്ചർ ചെയ്യുക, ഡേറ്റ ഇൻപുട്ട് ചെയ്യുക, ഡേറ്റ പ്രോസസ്സ് ചെയ്യുക, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇത് എന്താ പറയണതെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്ക് ഒരു സർവേ നടത്താനുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റി, ഇപ്പം നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള വീടുകളിൽ മെമ്പേഴ്സിനെ പറ്റിയും അവരുടെ ഒക്യുപ്പേഷനെയൊക്കെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി 2 പേരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, ഇവർക്ക് വേണ്ട അവരോട് ബന്ധപ്പെട്ട ഡേറ്റകൾ അവരെന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതെങ്ങനെ കളക്ട് ചെയ്യും, തോന്നിയ രീതിയിൽ എഴുതി വയ്ക്കുകയല്ലോ ചെയ്യുക. അവർ ആ ഒരു വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് അവരൊരു പ്രഫോമ പോലെ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹെഡിങ് ഒക്കെ വെച്ചിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ഹെഡിങ്ങിൻ്റെ താഴെ ഓരോ വീട്ടിലും ചെന്നിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ എഴുതി വയ്ക്കും. അതിനാണ് എന്ത് പറയുക, ഡേറ്റ ക്യാപ്ചർ ചെയ്യുക. നമുക്ക് നമ്മളുടെ റിയൽ പർപ്പസ് എന്താണോ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ക്യാപ്ചർ ചെയ്ത ഡേറ്റകളെ നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റകളെ കമ്പ്യൂട്ടർ വഴി എങ്ങനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതായിട്ട് പറയാം. അപ്പോൾ നമ്മൾക്ക് വേണ്ട ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതെല്ലാം നമ്മുടെ കയ്യിൽ ഒരു ഫോർമാറ്റിൽ ഇരിപ്പുണ്ട്. ആ കളക്ട് ചെയ്ത ഡേറ്റകളെ കീബോർഡിൻ്റെ, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡാണ്, കളക്ട് ചെയ്ത ഡേറ്റകൾ കീബോർഡ് വഴി നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിലോട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുക, ഇൻപുട്ട് എന്ന് പറയും. കളക്ട് ചെയ്ത ഡേറ്റേനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റായ കീബോർഡ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റകൾ അടിച്ച് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊടുക്കുമ്പോൾ തന്നെ ആ ഡേറ്റേനെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുമല്ലോ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ ഇന്ന് കുറച്ച് കളക്ട് ചെയ്യും, നാളെ വേറെ കുറച്ച് കളക്ട് ചെയ്യും, അങ്ങനെ പല ദിവസങ്ങളായിട്ടായിരിക്കും കളക്ട് ചെയ്യുക.
അപ്പോൾ ഓരോ ദിവസം കളക്ട് ചെയ്തെല്ലാം ഫൈനൽ കളക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ നമുക്ക് അവസാനം ഫൈനലായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പം ഇൻപുട്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട് ചെയ്ത ഡേറ്റകളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതാണ് ഇവിടെ നിന്ന് ഇൻപുട്ട് ചെയ്ത ഡേറ്റകളെ സ്റ്റോറേജ് യൂണിറ്റ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി സ്റ്റോറേജ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട്. സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ആ ഡേറ്റകളെല്ലാം എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള പ്രോസസ്സിങ് അവിടെ നടത്തും. ചിലപ്പോൾ കാൽക്കുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ടാബുലേഷൻ ആയിരിക്കും, ചിലപ്പോൾ സെർച്ചിങ് ആയിരിക്കാം, സോർട്ടിങ് ആയിരിക്കാം. എന്താണോ റിക്വയർമെൻറ്റ് അതനുസരിച്ചിട്ടുള്ള പ്രോസസ്സിങ് ഇവിടെ നടത്തും. അപ്പോൾ നടത്തുന്നത് എവിടെ നിന്നാണ്, നിങ്ങൾ ഇൻപുട്ട് ചെയ്ത ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മെമ്മറിയിൽ നിന്ന് അതെടുത്ത് പ്രോസസ്സ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഡേറ്റേനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, അത് ഇൻഫോർമേഷനായിട്ട് മാറും. ഇൻഫോർമേഷൻ അപ്പം തന്നെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസസ്സ് ചെയ്ത കണ്ടൻറ്റുകൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഔട്ട്പുട്ടായിട്ട് കിട്ടിയ കണ്ടൻറ്റ് ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് നമ്മൾ കിട്ടിയിരിക്കുന്ന പ്രോസസ്സ് ചെയ്ത കണ്ടൻറ്റിന് ഇൻഫോർമേഷൻ ആയി കഴിയുമ്പോൾ ആ ഇൻഫോർമേഷൻ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പ്രോസസ്സിങ്ങിൽ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്ത കണ്ടൻറ്റുകളെ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് സ്റ്റോർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ള ആരോ എന്താ വന്നിരിക്കണേ, പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ചെയ്ത ഡേറ്റേനെ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് പ്രോസസ്സിങ്ങിലോട്ട് കൊടുക്കണം. പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കണ്ടൻറ്റുകൾ തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഫുൾ പ്രോസസ്സിങ് കഴിഞ്ഞില്ലെങ്കിൽ പാർഷ്യൽ പ്രോസസ്സിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടിനെയും അപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നില്ല. ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിനൊരു കാരണമുണ്ട്. ഈ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് ഔട്ട്പുട്ട് കിട്ടിയ ഇൻഫോർമേഷനായിട്ട് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടും. അതാണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് വരിക. ഈ ഔട്ട്പുട്ടിന് അപ്പം തന്നെ എടുത്ത് കൊടുക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് കിട്ടിയ ആ ഔട്ട്പുട്ടിനെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. കാരണം ഈ ഔട്ട്പുട്ട് നമുക്ക് വേറെ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ ഡേറ്റകളായിട്ട് വീണ്ടും പ്രൊവൈഡ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഔട്ട്പുട്ട് നമ്മൾ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇനി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യാനുസരണം എടുക്കാം. ഇനി ഔട്ട്പുട്ട് കിട്ടിയ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം, ആർക്കാണോ വേണ്ടത്, ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ വേണ്ട ആൾക്കാർക്ക് പ്രിൻ്റ് ഔട്ടായിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പല പർപ്പസിന് വേണ്ടി. ചിലവർക്കത് എന്താണ് പ്രിൻ്റ് ഔട്ടായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിരിക്കും. ചിലവർക്ക് അതിൻ്റെ കണ്ടൻറ്റ് ഹാർഡ് കോപ്പി കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിരിക്കും. പല പർപ്പസിന് പല ആൾക്കാർക്കായിരിക്കും വേണ്ട. ആർക്കൊക്കെ വേണം അവർക്ക് വേണ്ട രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡേറ്റ പ്രോസസ്സിങ് സ്റ്റെപ്സ് 6 ഇപ്പോൾ ഒറ്റയടിക്ക് മിസ് പറയുകയാണെങ്കിൽ ആവശ്യമുള്ള ഡേറ്റകൾ പുറത്തുനിന്ന് നമ്മൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്ത ഡേറ്റകളെ ഇൻപുട്ട് യൂണിറ്റ് വഴി ഇൻപുട്ട് ചെയ്യുക. ഇൻപുട്ട് ചെയ്ത ഡേറ്റ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. സ്റ്റോർ ചെയ്ത കണ്ടൻറ്റിന് ആവശ്യാനുസരണം എടുത്ത് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻഫോർമേഷനെ തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആ കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ എന്ത് പറയുക, ഔട്ട്പുട്ട് എന്ന് പറയുക. ഔട്ട്പുട്ട് ഏത് രീതിയിലും ആക്കാം. ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ വേണ്ട രീതിയിൽ ആൾക്കാണോ വേണ്ടത് ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതാണ് ഡേറ്റ പ്രോസസ്സിങ് സ്റ്റെപ്സ്. ഇനി ഓരോ സ്റ്റെപ്പുകളായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്യാപ്ചറിങ് ഡേറ്റയിൽ എന്താ പറയുക, കളക്ടിങ് ദി റിക്വയർഡ് ഡേറ്റ ത്രൂ ദി പെർഫോമർ. ദിസ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് വേണ്ട ഡേറ്റകളെ കളക്ട് ചെയ്യുക. അതൊരു ഫോർമാറ്റിലായിരിക്കണം. ദ പെർഫോമർ ഓൾസോ നോൺ ആസ് ദി സോഴ്സ് ഡോക്യുമെൻറ്റ്. അങ്ങനെ കളക്ട് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിലുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് നമ്മൾ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയാം. ഈ ഡിസൈൻ ദാറ്റ് ഓൾ റിലവൻറ്റ് ഡേറ്റ ടു ബി റെക്കോർഡഡ് ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് ഫോർമാറ്റ്. അങ്ങനെ സോഴ്സ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അതൊരു ഒരു പ്രോപ്പർ ഓർഡറിലും ഒരു ഫോർമാറ്റിലായിരിക്കും. അങ്ങനെ പ്രോപ്പർ ഓർഡറിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഡേറ്റേനെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുക, അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റകൾ നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുക. അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻപുട്ട് ചെയ്യുക. ഫീഡിങ് ഡേറ്റ ടു ദി കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ് ഈസ് നോൺ ആസ് ഇൻപുട്ട്. അങ്ങനെ കളക്ട് ചെയ്ത അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്ത ഡേറ്റേനെ കമ്പ്യൂട്ടറിലോട്ട് എന്ത് ചെയ്യണം,
പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുക. The input data is usually stored in computers before it is processed. പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡേറ്റകൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കളക്ട് ചെയ്ത ഡേറ്റകളെ ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് അത് എത്തിക്കുക. അതാണ് ഇൻപുട്ട് സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് സ്റ്റോറേജ്. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡേറ്റകളും പിന്നീട് കിട്ടാൻ വേണ്ടി നമ്മൾ സിനിമയൊക്കെ കാണുമ്പോഴും പാട്ടുകളാണെങ്കിലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്താൽ ഇന്ന് സ്റ്റോർ ചെയ്താൽ നാളെയും കിട്ടും, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണവരെ. അതെന്താ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി അടുത്ത ചാപ്റ്ററുകളിൽ പഠിക്കുക. അപ്പോൾ എന്തായാലും കമ്പ്യൂട്ടറിൽ ഇന്ന് കിട്ടുന്ന സാധനം നാളെയും കിട്ടുന്നുണ്ടെങ്കിൽ അതെവിടെയോ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത ഡേറ്റകളെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഡേറ്റ ഇൻപുട്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈം ഷുഡ് ബി സ്റ്റോർഡ്. പല സമയത്തായിട്ട് ഇൻപുട്ട് ചെയ്ത ഡേറ്റകൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ. അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റിന് 2 ആരോ മാർക്ക് ഉണ്ട്. ഇൻപുട്ടിൽ നിന്നുള്ള ആരോ മാർക്കും ഉണ്ട്, ഔട്ട്പുട്ടിൽ നിന്നുള്ള ആരോ മാർക്ക് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് യൂണിറ്റിൽ പ്രോസസ്സ് ചെയ്യണതിന് മുമ്പുള്ള ഇൻപുട്ട് ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കും, പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇവിടെ പറയുക, ഡേറ്റ ഇൻപുട്ട് at different times should be stored. ഇൻപുട്ട് ചെയ്ത ഡേറ്റയും സ്റ്റോർ ചെയ്യും. ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഓൾസോ സ്റ്റോർഡ്. അതും സ്റ്റോർ ചെയ്ത് വെക്കും. ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഇൻഫോർമേഷനെയും സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കും. ദിസ് സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫ്യൂച്ചർ ഫോർ വേരിയസ് പർപ്പസ്. ഇത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഇൻഫോർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്നത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നാലാമത്തെ സ്റ്റേജാണ് പ്രോസസ്സ്. The data stored in computers is retrieved for processing. പ്രോസസ്സ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റിൽ വഴി സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് വെച്ച് സ്റ്റോർ ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പോവാം, നമുക്ക് ആവശ്യാനുസരണം പ്രോസസ്സ് ചെയ്യാൻ പോവാം. പ്രോസസ്സിൽ എന്തൊക്കെ വരാം, വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ആവാം, ക്ലാസിഫിക്കേഷൻ ആവാം, രണ്ടെണ്ണം തമ്മിൽ കൊടുത്ത ഡേറ്റകളെ കമ്പയർ ചെയ്യണതാവാം, സോർട്ടിങ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലോട്ട് അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അങ്ങനെ സോർട്ടിങ് ആവാം, ഫിൽറ്ററിങ് ആവശ്യമുള്ളതിന് മാത്രം എടുത്ത് അല്ലാത്തതിനെ കളയുന്നതാവാം, സമ്മറൈസിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും എന്താവാം ഈ പ്രോസസ്സിൽ പെടുത്താം. അപ്പോൾ ഇൻപുട്ട് ചെയ്ത ഡേറ്റ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് എടുത്തിട്ട് എന്ത് പ്രോസസ്സാണോ ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള പ്രോസസ്സുകളെല്ലാം ചെയ്യുന്ന സ്റ്റേജാണ് നാലാമത്തെ സ്റ്റേജ്. ഇനി അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഡേറ്റ നമ്മൾ ഇൻഫോർമേഷൻ, അത് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് വിൽ ബി അവൈലബിൾ ഇൻ ദിസ് സ്റ്റേജ്. പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതെന്തായി മാറും, ഇൻഫോർമേഷനും. അതിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുക. ഔട്ട്പുട്ട് സ്റ്റേജ് ഷുഡ് പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻ ഇൻ സച്ച് എ ഫോം ദാറ്റ് ദ ബെനിഫിഷ്യറി ഷുഡ് ബി ഏബിൾ ടു ടേക്ക് ഡിസിഷൻ ഓർ സോൾവ് ദ പ്രോബ്ലം. അങ്ങനെ കിട്ടുന്ന ആ ഇൻഫോർമേഷൻ ആവശ്യമുള്ളവർക്ക് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ നമുക്ക് തിരിച്ച് സ്റ്റോറേജ് യൂണിറ്റിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ആ ഇൻഫോർമേഷനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാം. ഇനി അവസാനത്തെ സ്റ്റേജാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. അങ്ങനെ എന്താണ്, ഔട്ട്പുട്ടായിട്ട് പ്രോസസ്സ് ചെയ്ത് കിട്ടിയ ഇൻഫോർമേഷൻ ഔട്ട്പുട്ടായി ആ ഔട്ട്പുട്ട് ഡേറ്റേനെ ആവശ്യമുള്ളവർക്ക് ആവശ്യമനുസരിച്ചുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ ദി ഔട്ട്പുട്ട് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ആർക്കാണോ വേണ്ടത് ആവശ്യാനുസരണം ആവശ്യമുള്ള ഫോർമാറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏകജാലകം വഴി നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങളുടെ +1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റകൾ കളക്ട് ചെയ്ത് അത് കമ്പ്യൂട്ടർ വഴി നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇൻപുട്ട് ചെയ്ത ഡേറ്റകൾ പല ദിവസങ്ങളായിട്ടാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്യുക. ഓരോരുത്തർക്ക് ഇത്ര ദിവസം ഇത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇത്ര വരെ എന്ന് കൊടുത്തു. അപ്പോൾ പല സമയത്തായിട്ടായിരിക്കും പല ആൾക്കാർ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനാണ് ഇൻപുട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻപുട്ട് ചെയ്ത കണ്ടന്റുകളെല്ലാം എന്താണ്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്റ്റോർ ചെയ്തിട്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ അവരവരുടെ മാർക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അതിനങ്ങോട്ട്
പ്രോസസ്സ് ചെയ്യും. എന്നിട്ടാണ് ഓരോരുത്തർക്ക് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്തായി മാറും, ഇൻഫോർമേഷൻ. ആ ഇൻഫോർമേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് നിങ്ങളുടെ മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് അലോക്കേഷൻ ആവുക. അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുക. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയ കണ്ടൻറ്റിനെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സ്കൂളിൽ ചേരാൻ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അലോട്ട്മെൻറ്റ് സ്ലിപ്പായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കും. അതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രിൻ്റ് ഔട്ടായിട്ട് എടുക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുകളിലാണെങ്കിൽ അത് പ്രിൻ്റ് ഔട്ട് കൂടാണ്ട് നമ്മളതിൻ്റെ സ്കൂളിലെ എല്ലാ പിള്ളേരും ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഈ ഷീറ്റുകൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കും. നമ്മുടെ അഡ്മിഷൻ രജിസ്റ്ററിൽ എഴുതാൻ, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിന് കുട്ടികളെ പറ്റി അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെയാണോ ആ കിട്ടുന്ന ഔട്ട്പുട്ട് അത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജുകൾ. അപ്പം ഒന്നാമത്തെ സ്റ്റേജാണ് ഡേറ്റ ക്യാപ്ചറിങ്, രണ്ടാമത്തേതാണ് ഇൻപുട്ട്, മൂന്നാമത്തേതാണ് സ്റ്റോറേജ്, നാലാമത്തേതാണ് പ്രോസസ്സ്, അഞ്ചാമത്തേതാണ് ഔട്ട്പുട്ട്, ആറാമത്തെ സ്റ്റേജാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പം മനസ്സിലായെന്ന് കരുതുന്നു.